കേട്ടറ്റ് പരീക്ഷ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയാണ് എഴുതുന്നതെങ്കിലും ശരി, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് 30 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതേണ്ടി വരും. അത് കേട്ടറ്റ് പരീക്ഷയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ 30 മാർക്ക് നേടിയെടുക്കുക എന്നത് കേട്ടറ്റ് വിജയിക്കുവാൻ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. അതുകൊണ്ട് തന്നെ മലയാളമാണ് പലരും തിരഞ്ഞെടുക്കാറുള്ളത്. ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ, ഉസ്താദ് എന്ന നമ്മുടെ ഈ ചാനലിൽ മലയാളം സംബന്ധമായ ക്ലാസ്സുകളും ഇംഗ്ലീഷ് സംബന്ധമായ ക്ലാസ്സുകളും ഉൾപ്പെടുത്തുന്നതാണ്. ആദ്യപടി എന്ന നിലയിൽ നമ്മൾ മലയാളം സംബന്ധമായ ക്ലാസ്സുകളാണ് ഇന്ന് ആരംഭിക്കുന്നത്. കഴിഞ്ഞ കാല കേട്ടറ്റ് പരീക്ഷകളിലെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒരു പ്രധാന ഭാഗമായി വന്നത് മലയാളം ഗ്രാമറാണ്. അതുകൊണ്ട് മലയാളം ഗ്രാമർ നമ്മൾ മുഴുവനായിട്ടല്ലെങ്കിലും ചില പ്രത്യേക ഭാഗങ്ങളെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാണ് സന്ധി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നത് സന്ധിയെ സംബന്ധിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ കാല കേട്ടറ്റ് പരീക്ഷകൾ പരിശോധിക്കുമ്പോൾ, അവയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിക്കുമ്പോൾ സന്ധി സംബന്ധമായ ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാകും? വിൺ പ്ലസ് തലം, വിൻ പ്ലസ് തലം, വി പ്ലസ് ഇണ്ടലം, വിം പ്ലസ് തലം. ഏതൊരു കേട്ടറ്റ് പരീക്ഷയുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെയും ഇത്തരം 1, 2, 3 ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് സ്ഥിരമായി വരുന്ന ഒരു തരം ചോദ്യമാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിരിക്കണം. ഇത് സന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് സന്ധി എന്ന വിഷയം ഏറെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ 1ാമത്തെ ക്ലാസ്സിൽ തന്നെ സന്ധിയെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് സന്ധി എന്നാൽ എന്താണ് എന്ന് പരിശോധിക്കാം. സന്ധി എന്നാൽ അതിന്റെ വാക്കർത്ഥം ചേർച്ച, ചേരൽ എന്നൊക്കെയാണ്. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സന്ധി എന്ന് പറയുന്നത്. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെ സന്ധി എന്ന് പറയുന്നു. ഒരുപക്ഷെ മലയാളം അധികം പഠിക്കാത്ത പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് തന്നെ ആണ് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുക. ഇവിടെ ഇപ്പോൾ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ എന്താണ് വർണ്ണം? വർണ്ണം എന്ന് ഒരുപക്ഷെ കളർ എന്ന അർത്ഥത്തിൽ മാത്രമേ നമ്മൾ വർണ്ണം എന്ന് കേട്ടിട്ടുണ്ടാവും ചില ആളുകൾ. അപ്പൊ എന്താണ് വർണ്ണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് പരിശോധിക്കാം. എന്താണ് വർണ്ണം? വർണ്ണങ്ങൾ എന്നാൽ ഒരു ഭാഷയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് വർണ്ണം. അഥവാ ഒരു ഭാഷയിലെ ഏറ്റവും അടിസ്ഥാന ഘടകം സാധാരണ നമ്മൾ പറയാറുണ്ട് അക്ഷരങ്ങളാണ് എന്ന്. പക്ഷേ അക്ഷരങ്ങൾ ഉണ്ടായിരിക്കുന്നത് വർണ്ണങ്ങൾ ചേർന്നുകൊണ്ടാണ്. അപ്പൊ വർണ്ണങ്ങളാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത്. 2 വർണ്ണങ്ങൾ ചേർന്നുകൊണ്ടാണ് ഒരു അക്ഷരം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. സൈഡിൽ നമ്മൾ കാണുന്ന ആ കോളത്തിൽ നമുക്ക് കാണാം വർണ്ണങ്ങൾ ചേർന്നുകൊണ്ട് അക്ഷരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ച എന്ന അക്ഷരം ഉണ്ടായിരിക്കുന്നത് ച് പ്ലസ് ആ. ച് എന്ന വർണ്ണവും ആ എന്ന വർണ്ണവും ചേർന്നുകൊണ്ടാണ് ച എന്ന അക്ഷരം ഉണ്ടായിരിക്കുന്നത്. ക പ്ലസ് ആ, ക. ഷ് പ്ലസ് ഇ, ശി. സ് പ്ലസ് ആ, സ. ഇങ്ങനെ അക്ഷരങ്ങൾ ഉണ്ടായിരിക്കുന്നത് വർണ്ണങ്ങൾ ചേർന്നുകൊണ്ടാണ്. അപ്പൊ ഒരു ഭാഷയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് വർണ്ണം. ഇനി നമുക്ക് സന്ധിയെക്കുറിച്ച് തന്നെ പറയാം. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റത്തെയാണ് സന്ധി എന്ന് പറയുന്നത്. അപ്പൊ വർണ്ണങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റത്തെയാണ് സന്ധി എന്ന് പറയുന്നത്. സന്ധിക്കുന്ന വർണ്ണങ്ങൾക്ക് വരുന്ന മാറ്റത്തെ ആസ്പദമാക്കി സന്ധിയെ നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാം. 1 ലോപസന്ധി, 2 ആഗമസന്ധി, 3 ആദേശസന്ധി, 4 ദിത്വസന്ധി. ഇങ്ങനെ 4 സന്ധികളുണ്ട്. ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദിത്വസന്ധി. ഇവ എന്താണ്? ഇവ തമ്മിൽ എങ്ങനെയാണ് ചേരുന്നത്? ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതൊക്കെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തതാണ് ലോപസന്ധി. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചാൽ അതാണ് ലോപസന്ധി.
രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിക്കുകയാണ് അഥവാ കുറയുകയാണ്. അതിനാണ് ലോപസന്ധി എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. കേട്ടു പ്ലസ് ഇല്ല. കേട്ടു എന്ന വാക്കും ഇല്ല എന്ന വാക്കും തമ്മിൽ ചേരുകയാണ്. അവിടെ യഥാർത്ഥത്തിൽ ചേരുന്നത് ടു എന്ന വർണ്ണവും ഇ എന്ന വർണ്ണവുമാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കേട്ടില്ല എന്നായി മാറുന്നു. ടു ഇ ഇവ ചേർന്നുകൊണ്ട് ടി എന്നായി ലോപിക്കുന്നു. കണ്ട് പ്ലസ് എത്തി ഈ രണ്ട് വാക്കുകൾ തമ്മിൽ ചേരുകയാണ്. ണ്ട് എന്ന വർണ്ണവും എ എന്ന വർണ്ണവുമാണ് അവിടെ യഥാർത്ഥത്തിൽ പരസ്പരം സന്ധിക്കുന്നത്, അവിടെ ചേരുന്നത്. അപ്പോൾ എന്താവുന്നു? ണ്ട് എ ഇവ ചേർന്ന് ണ്ടേ എന്നായി ലോപിക്കുന്നു. കണ്ടെത്തി. കാറ്റ് പ്ലസ് അടിച്ചു. കാറ്റ് എന്ന വാക്കും അടിച്ചു എന്ന വാക്കും പരസ്പരം ചേരുകയാണ്. അവിടെ ട് എന്ന വർണ്ണവും ആ എന്ന വർണ്ണവുമാണ് യഥാർത്ഥത്തിൽ പരസ്പരം ചേരുന്നത്. ടി എന്ന വാക്കും ആ എന്ന വാക്കും ചേരും. ടി എന്ന വർണ്ണവും ആ എന്ന വർണ്ണവും ചേരുമ്പോൾ ട എന്നായി അത് ലോപിക്കുന്നു. അങ്ങനെ കാറ്റടിച്ചു. ഇതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ആ ഇ എ ഉ ഈ സ്വരാക്ഷരങ്ങളും യ ര ല എന്നീ മധ്യമങ്ങളുമാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ലോപിക്കാറുള്ളത്. രണ്ടാമത്തത് ആഗമസന്ധി. എന്താണ് ആഗമസന്ധി? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതിയതായി വന്നു ചേർന്നാൽ അതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. രണ്ട് വർണ്ണങ്ങൾ പരസ്പരം ചേരുന്നു, അപ്പോൾ ഒരു പുതിയ വർണ്ണം, അവിടെ ഇല്ലാത്ത ഒരു പുതിയ വർണ്ണം വന്നു ചേരുകയാണ്. അതിനെയാണ് ആഗമസന്ധി എന്ന് പറയാം. ഉദാഹരണം നോക്കാം. ഒറ്റ പ്ലസ് ഒറ്റ, അത് ചേരുമ്പോൾ ഒറ്റയൊറ്റ. അവിടെ ഒറ്റയൊറ്റ എന്നതിലെ യാ എവിടെ നിന്ന് വന്നു? അത് രണ്ടും കൂടി ചേർന്നപ്പോൾ പുതുതായി വന്നതാണ്. അങ്ങനെ വരുന്നതിനെ, ഒരു പുതിയ വർണ്ണം ഇങ്ങനെ പുതുതായി വന്നു ചേരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് നമ്മൾ പറയുന്നത്. തിരു പ്ലസ് അത്താഴം, തിരുവത്താഴം. അവിടെ തിരുവത്താഴത്തിലെ വാ ചേരുന്നതിന് മുമ്പ് അവിടെ ഇല്ല. തിരുവിലും അതിലെ അത്താഴത്തിലും വാ ഇല്ലല്ലോ, പക്ഷെ ചേരുമ്പോൾ തിരുവത്താഴം എന്ന ഒരു വാ കൂടി വരുന്നു. അതിനെയാണ്, ഇങ്ങനെ ചേരുമ്പോൾ പുതിയൊരു വർണ്ണം പുതുതായി വന്നു ചേരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. താഴെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ആ പ്ലസ് അൻ, അവൻ. കരി പ്ലസ് കല്ല്, കരിങ്കല്ല്. കലപ്പ പ്ലസ് ഇൽ, കലപ്പയിൽ. അവയിലൊക്കെ ഇവ ചേർന്നപ്പോൾ ഒരു പുതിയ വർണ്ണം കൂടി പുതുതായി വന്നു ചേർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിനെയാണ്, ഇങ്ങനെയുള്ള സന്ധിയെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ കേരള PSCയുടെ പരീക്ഷകൾ എഴുതാറുണ്ടാവാം. ആ കേരള PSCയുടെ പരീക്ഷകളിലൊക്കെ മലയാളം ഇപ്പോൾ ഒരു നിർബന്ധ വിഷയമാണ്. ആ PSCയുടെ പരീക്ഷകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്, അവിടെ ഇങ്ങനെ നടന്നതിന് ശേഷം ഇത് ഏത് സന്ധിയാണ് എന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു തരം ചോദ്യം PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചോദ്യം കേട്ടിട്ട് പരീക്ഷയിലും വരാവുന്ന ചോദ്യം തന്നെയാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് ഏത് സന്ധിയിൽ പെടുന്നു എന്നതും നമ്മൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആഗമസന്ധി. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു പുതിയ വർണ്ണം പുതുതായി വന്നു ചേരുന്നു, അതാണ് ആഗമസന്ധി. മൂന്നാമത്തതാണ് ആദേശസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് പുതിയതായി ഒരു വർണ്ണം വന്നു ചേർന്നാൽ അതാണ് ആദേശസന്ധി. ഒരു വർണ്ണം പോവുന്നു, പകരം മറ്റൊരു വർണ്ണം വരുന്നു, അതാണ് ആദേശസന്ധി നടക്കുമ്പോൾ ഉണ്ടാവുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒന്ന് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന് പോയി പകരം മറ്റൊന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് തരത്തിലുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ ഉച്ചരിക്കാൻ വലിയ പ്രയാസമുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വർണ്ണത്തെ ഒഴിവാക്കിയിട്ട് പകരം മറ്റൊരു വർണ്ണത്തെ അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ഉദാഹരണം നമ്മൾ നോക്കുമ്പോൾ, വിൺ പ്ലസ് തലം, വിണ്ടലം. കൺ പ്ലസ് നീർ, കണ്ണീർ. കൺ പ്ലസ് നീർ എന്നതിൽ നീ എന്നത് മാറി നീ എന്നായി മാറിയിരിക്കുന്നു. ന എന്ന വർണ്ണം മാറി ന എന്ന വർണ്ണം വന്നിരിക്കുന്നു. വാക്ക് പ്ലസ് മയം, വാഗ്മയം. ക് എന്നത് ന് എന്നായി മാറി. മരം പ്ലസ് കൾ, മരങ്ങൾ. ക എന്നത് ങ എന്നായി മാറി.
അപ്പൊ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നിരിക്കുകയാണ്. ഇതാണ് ആദേശസന്ധി. ഈ ആദേശസന്ധി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, അത് പിരിച്ചെഴുതിയത് കാണുമ്പോൾ ആദ്യ പദം ചില്ലുകളിലാണ് അവസാനിക്കുന്നത്. ചില്ലുകൾ എന്ന് പറയുമ്പോൾ ല്, ണ്, ള്, റ് ഇങ്ങനെയാണ് അവസാനം. വിൺ, കൺ, വാഗ്, മേൽ, വെൺ ആ ചില്ലുകളിലാണ് ഇത് അവസാനിക്കുന്നത്. അല്ലെങ്കിൽ അനുസാരത്തിലാണ്, അഥവാ പെരും, മരം ഇങ്ങനെ അനുസാരത്തിലാണ് അത് അവസാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചില്ലുകളിലോ അല്ലെങ്കിൽ അനുസാരത്തിലോ അവസാനിക്കുകയാണെങ്കിൽ മിക്കവാറും അത് ചേരുമ്പോൾ ആദേശസന്ധിയാണ് ഉണ്ടാവുക. നാലാമത്തതാണ് ദ്വിത്വസന്ധി. ദ്വിത്വസന്ധി എന്നാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിച്ചാൽ അതാണ് ദ്വിത്വസന്ധി. ഒരു വർണ്ണം ഇരട്ടിക്കും. ഉദാഹരണം പച്ച പ്ലസ് പുല്ല്, പച്ചപ്പുല്ല്. ഇവിടെ പ എന്ന് ആയി മാറിയിരിക്കുന്നു, പുല്ല് എന്നത് പുല്ല് എന്നായി മാറിയിരിക്കുന്നു. കളി പ്ലസ് കോപ്പ്, കളിക്കോപ്പ്. കോ എന്നത് കോ എന്നായി മാറിയിരിക്കുന്നു, ഇരട്ടിച്ചിരിക്കുന്നു. പൂ പ്ലസ് തിരി, പൂത്തിരി. തീ എന്നുള്ളത് തീ എന്നായി ഇരട്ടിച്ചിരിക്കുന്നു. ഇങ്ങനെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. എന്നാൽ ഇങ്ങനെ അക്ഷരം ഇരട്ടിക്കാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അവ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. പരീക്ഷയിൽ ഒരുപക്ഷെ ചോദ്യങ്ങൾ അത്തരം വാക്കുകളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഉദാഹരണത്തിന് എരി പ്ലസ് തീ, എരിത്തീ എന്ന് നമ്മൾ ചേർത്ത് പറയരുത്. അവിടെ തീ എന്നതിന് ത രണ്ടെണ്ണമാക്കി ഇരട്ടിച്ചു പറയരുത്. എന്തുകൊണ്ട്? അവിടെ എരി എന്ന വാക്ക് ഒരു ക്രിയാധാതുവാണ്. ക്രിയാധാതുവാണ് അവിടെ ആദ്യ പദമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിയാധാതുക്കളാണ് ആദ്യ പദമായിട്ട് വരുന്നതെങ്കിൽ രണ്ടാമത്തെ പദത്തിലെ ആദ്യ അക്ഷരം ഇരട്ടിപ്പിക്കുകയില്ല. അതുകൊണ്ട് എരി, തീ ഇവ രണ്ടും ചേർന്നാൽ എരിതീ എന്ന് മാത്രമേ പറയൂ. എരിത്തീ എന്ന് പറയാൻ പാടില്ല. അര പ്ലസ് കല്ല്, അരകല്ല്. കട പ്ലസ് കോൽ, കടകോൽ. അങ്ങനെ പറയാവൂ. അപ്പോൾ എന്തുകൊണ്ട് ഇരട്ടിച്ചില്ല? ഇവിടെ ആദ്യ വാക്ക് ഒരു ക്രിയാധാതുവാണ്. ഇങ്ങനെ ക്രിയാധാതുക്കൾ ആദ്യ പദമായിട്ട് വന്നാൽ രണ്ടാമത്തെ പദത്തിൽ ആദ്യ അക്ഷരം ഇരട്ടിക്കുകയില്ല. അടുത്ത കാര്യം, രണ്ടാമത്തെ പദത്തിന്റെ ആദ്യ വർണ്ണമായിട്ട് അനുനാസികം വന്നാലും അത് ഇരട്ടിക്കുകയില്ല. അപ്പൊ രണ്ടാമത്തെ പദത്തിൽ ആദ്യ വർണ്ണം അത് അനുനാസികമാണെങ്കിൽ ഇരട്ടിക്കുകയില്ല. അപ്പോൾ അനുനാസികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൈഡിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ആ 5 അക്ഷരങ്ങളെയാണ് അനുനാസികങ്ങൾ എന്ന് പറയുന്നത്. ങ, ഞ, ണ, ന, മ. ഇവ 5 എണ്ണത്തെയാണ് അനുനാസികം എന്ന് പറയുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തിൽ വരുന്നതെങ്കിൽ അതിനെ ഇരട്ടിപ്പിക്കുകയില്ല. ഉദാഹരണം നോക്കാം, മുല്ല പ്ലസ് മാല. അവിടെ മാല എന്നതിൽ ആദ്യം മ എന്നാണല്ലോ, അതൊരു അനുനാസികമാണ്. അതുകൊണ്ട് അതിനെ ഇരട്ടിപ്പിക്കാൻ പറ്റില്ല, മുല്ലമ്മാല എന്ന് പറയാൻ പാടില്ല. വാഴ പ്ലസ് നാര്. അവിടെ രണ്ടാമത്തെ പദത്തിലെ തുടക്കത്തിൽ ആദ്യത്തേത് ഏതാ? ന എന്നാണ്, അതൊരു അനുനാസികമാണ്. അതിനെ ഇരട്ടിപ്പിക്കാൻ പറ്റില്ല. വാഴനാര് എന്ന് ചേർത്ത് പറയാൻ പാടില്ല, വാഴനാര്. അപ്പൊ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യ വർണ്ണമായിട്ട് അനുനാസികം വരികയാണെങ്കിൽ അതിനെയും ഇരട്ടിപ്പിക്കുകയില്ല. അപ്പൊ ഇത് ശ്രദ്ധയോടുകൂടി നമ്മൾ ഓർക്കുക. പെട്ടെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അങ്ങനെയല്ലേ വരേണ്ടത് എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇത് ഈ ന്യായ കാരണത്താൽ ഈ അനുനാസികമാണ് എന്നതുകൊണ്ട് അതിനെ ഇരട്ടിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ആ വിഷയകമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചേക്കാവുന്നതാണ്. അപ്പോൾ 4 സന്ധികളെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വിഷയകമായിട്ടുള്ള കുറെ ഉദാഹരണങ്ങൾ പരിചയപ്പെടുകയാണ്. 4 സന്ധികളെ കുറിച്ചുമുള്ള കുറെ ഉദാഹരണങ്ങൾ ഇങ്ങനെ കുറെ വായിക്കുക, പരിചയപ്പെടുക. അതാണ് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാനുള്ള എളുപ്പമാകാനുള്ള വഴി. ഇവിടെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. കലവറ. കലം പ്ലസ് അറ എന്നതാണ് കലവറയായി മാറിയത്. അവിടെ അറ എന്നതിലെ ആ എന്ന വർണ്ണം വ എന്നായി മാറിയിരിക്കുന്നു. അപ്പൊ അവിടെ ഒന്ന് പോയി ഒന്ന് വന്നതാണ്, അതുകൊണ്ട് ആദേശ സന്ധിയാണ്. വരും കാലം.
വരും പ്ലസ് കാലം, അവിടെയും ആദേശസന്ധിയാണ്. നെന്മണി, നെല്ല് പ്ലസ് മണി, അവിടെയും ആദേശസന്ധിയാണ്. നെല്ല് എന്നതിലെ ല് മാറി ന് എന്നായി, നെന്മണി. കന്മതം, കല് പ്ലസ് മതം, ല് എന്നത് ന് എന്നായി. അപ്പൊ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു, അതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇത് 4 ആദേശസന്ധികൾക്ക് ഉദാഹരണമാണ്. പോവുന്നു, പോ പ്ലസ് ഉന്നു, അവിടെ വ എന്ന ഒരു വർണ്ണം വന്നതാണ് എന്ന് നമുക്കറിയാം, ആഗമസന്ധി. നിലവിലുള്ളത് പോയിട്ടില്ല. ഉന്നു എന്നത് അവിടെ നിലവിലുണ്ട്, പോ എന്നതും നിലവിലുണ്ട്, കൂടാതെ വ എന്നത് കൂടി വന്നതാണ്, പോവുന്നു. അപ്പൊ പുതുതായിട്ടൊന്ന് വന്നു, നിലവിലുള്ള ഒന്നും പോവാതെ പുതുതായിട്ടൊരു വർണ്ണം വരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. കൈത്തൊഴിൽ, കൈ പ്ലസ് തൊഴിൽ, അവിടെ നമുക്കറിയാം ദിത്വസന്ധിയാണ്. ത എന്നത് ഇരട്ടിച്ചിരിക്കുന്നു, കൈത്തൊഴിൽ. അങ്ങനെ ഇരട്ടിക്കുന്നതിനെയാണ് ദിത്തസന്ധി എന്ന് പറയുന്നത്. ആയി പ്ലസ് എന്ന്, അവിടെ ഇ എന്ന വർണ്ണവും എ എന്ന വർണ്ണവും തമ്മിൽ ലോപിച്ചിരിക്കുകയാണ്, അങ്ങനെ എ എന്നായിരിക്കുന്നു, അതുകൊണ്ട് ലോപസന്ധിയാണ്. അതല്ല, അത് പ്ലസ് അല്ല, ത് എന്ന വർണ്ണവും ആ എന്ന വർണ്ണവും ചേർന്ന് ത എന്നായി മാറിയിരിക്കുകയാണ്, അവിടെ ലോപിക്കുകയാണ് ചെയ്തത്, അതുകൊണ്ട് അത് ലോപസന്ധിയാണ്. നിങ്ങൾ, നിൻ പ്ലസ് കൾ, ആദേശസന്ധിയാണ്. നൂൽ, നല് പ്ലസ് നൂല്, ആദേശസന്ധി. ലി എന്നത് ന എന്നായി മാറി, അതാണ്. അങ്ങനെ ഒന്ന് പോയി മറ്റൊന്ന് വന്നു, അതാണ് ആദേശസന്ധി. ഒന്ന് പോയിട്ട് മറ്റൊന്ന് വരുന്നതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. ഒന്ന് പോവാതെ പുതിയതൊന്ന് വരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. ഇനി മരവുരി, മര പ്ലസ് ഉരി, അത് ചേർന്നാണ് മരവുരി ഉണ്ടായത്. അവിടെ വ എന്ന ഒരു വർണ്ണം പുതുതായി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് അത് ആഗമസന്ധിയാണ്. അവിടെ ഉള്ളതൊന്നും പോയിട്ടില്ല, ഒരു വർണ്ണവും പോയിട്ടില്ല, പുതിയതായി ഒരു വർണ്ണം വന്നതാണ്, അതുകൊണ്ട് ആഗമസന്ധി. നിന്നു, നിൻ പ്ലസ് തു, അവിടെ തു എന്ന വർണ്ണം പോയി പകരം ന്യു എന്നായി മാറി, അങ്ങനെയാണ് നിന്നു എന്നായത്, അതുകൊണ്ട് ആദേശസന്ധിയാണ്. ഒന്ന് പോയി, ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു, അതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. തടവുന്നു, തട പ്ലസ് ഉന്നു എന്നതാണ് തടവുന്നു എന്നായി മാറിയത്. അവിടെ വ എന്ന ഒരു വർണ്ണം പുതുതായി വന്നതാണ്, അതുകൊണ്ട് അത് ആഗമസന്ധിയാണ്. അവിടെ നിന്ന് ഒന്നും പോയിട്ടില്ല. വ എന്നത് വു എന്നായി തന്നെ നിലനിൽക്കുന്നുവല്ലോ, അപ്പോൾ വു എന്നായത് ഉന്നു എന്നുള്ള വാക്ക് അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആഗമസന്ധിയാണ്, പുതുതായിട്ടൊന്നും വരിക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വ എന്ന വർണ്ണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ആഗമസന്ധിയാണ്. മരമില്ല, മരം പ്ലസ് ഇല്ല, അവിടെ ആദേശസന്ധിയാണ്. കണ്ടില്ല, കണ്ടു പ്ലസ് ഇല്ല, അവിടെ ലോപസന്ധിയാണ്. വളപ്പൊട്ട്, വള പ്ലസ് പൊട്ട്, അവിടെ രണ്ടാമത്തെ പദത്തിൽ പ എന്നത് ഇരട്ടിച്ചിരിക്കുന്നു, അത് ദിത്വസന്ധിയാണ്. ഇങ്ങനെ കുറെ ഉദാഹരണങ്ങൾ നമ്മൾ പരിചയപ്പെടുക, അതാണ് ഈ പരീക്ഷയിൽ നമുക്ക് ഈ വിഷയകമായിട്ട് ശരിയുത്തരം എഴുതാനുള്ള മാർഗം. അപ്പോൾ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ നമ്മുടേതായ വഴിയിൽ തന്നെ കണ്ടെത്തുക, പരിശീലിക്കുക. ഇനി ചില പരീക്ഷകൾ വന്ന 1-2 ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ നോക്കാം നമുക്ക്. ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാകും? വിൻ പ്ലസ് തലം, വിൻ പ്ലസ് തലം, വി പ്ലസ് ഡലം, വിം പ്ലസ് തലം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായി മനസ്സിലാക്കുമ്പോഴാണ് ഈ ചോദ്യത്തിന് ഈ ഭംഗിയായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുക. ഇവിടെ നമുക്കറിയാം വിൻ പ്ലസ് തലം എന്ന ഒന്നാമത്തെ എ എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആദേശസന്ധിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടെ ത എന്നത് മാറി പകരം ട എന്ന് വന്നു, അങ്ങനെ പരസ്പരം ചേർന്ന് വിണ്ടലം എന്നായി മാറിയിരിക്കുകയാണ്.